വിശ്വാസത്യാഗവും മധ്യസ്ഥയും എന്നുള്ളതായ വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കുചേരുവാനായിട്ട് പാസ്റ്റർ രാജു ജോസഫ്, പാസ്റ്റർ മഹേഷ് മണി പ്രിയമുള്ളവർ നമ്മുടെ മധ്യയിൽ കടന്നുണ്ട്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. നമ്മൾ വിശ്വാസത്യാഗവും മധ്യസ്ഥയും ഇവിടെ നമ്മൾ പുറപ്പാട് 32-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ ഇതിലെന്താണ് വിവരിക്കുന്നത് എന്ന് ഇവിടെ പറയുവാനായിട്ട് സാധിക്കുമോ? നമുക്ക് മനസ്സിലാകേണ്ടത് വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ആ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ അറിയാം. ത്യാഗം. വിശ്വാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ത്യാഗമനോഭാവം എന്ന് നമുക്ക് എടുത്തു പറയുവാനായിട്ട് സാധ്യമായി തീരും. ഇവിടെ നമ്മൾ ഈ അധ്യായത്തിലേക്ക് ഇടം വരുമ്പോൾ മോശ പറയുകയാണ് ഈ ജനത്തോടെല്ലാം, നിങ്ങൾ ഒരു മഹാപാതകം ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തെന്നാൽ അയ്യോ, ജനം മഹാപാതകം ചെയ്തു, പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, ഇല്ലെങ്കിൽ എൻ്റെ പേരെന്ത് ചെയ്യണം? ജീവപുസ്തകത്തിൽ നിന്ന് മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജനം, നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറയുകയുണ്ടായി, ദൈവത്തിൻ്റെ 10 കൽപ്പന നൽകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവൻ മോശയും ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന സമയത്ത് ഇവിടെ താഴെ എന്തിരിക്കുകയാണ്? അവരവരുടെ ആഭരണങ്ങളെല്ലാം കൊണ്ട് കൊടുത്ത് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുവാനുള്ളതായ ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. എത്രമാത്രം ജനം മ്ലേച്ഛതയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി ദൈവം വരുന്നു എന്ന് മുന്നമേ അറിയിച്ചു. നിങ്ങൾ ഒരുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ എപ്രകാരം ഒരുങ്ങിയിരിക്കേണ്ടത്, ആ ഒരുക്കത്തിൻ്റെ എല്ലാ പടികളും പിന്നിട്ടതായ ശേഷമാണ് ഈ ജനം ഏതാണ്ട് സീനായി പർവ്വതത്തിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവർ. ദൈവം ഈ കൽപ്പന എഴുതി കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവരെന്ത് ചെയ്തിരിക്കുകയാണ്? വിഗ്രഹത്തെ ഉണ്ടാക്കി നമസ്കരിക്കുന്ന ഒരനുഭവം. ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മളെപ്പോലുള്ള ഒരു വ്യക്തികളായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ജനത്തെ മുഴുവനായിട്ട് കൊന്നുകളയാനേ ദൈവത്തോട് പറയത്തുള്ളായിരുന്നു, അല്ലേ? പക്ഷേ മോശയെപ്പോലെയുള്ളതായ വേദപുസ്തകം കൊണ്ടായിരിക്കാം മോശയെ പ്രതിപാദിച്ചത്. മോശയെപ്പോലെ ഒരു സൗമ്യനായ മനുഷ്യൻ വേറെ ഇല്ല എന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മോശ ഇവിടെ പ്രതിപാദിക്കുകയാണ് ദൈവത്തോട്, അവർ വിഗ്രഹത്തെ ഉണ്ടാക്കിയിരിക്കുന്നു, എങ്കിൽ പോലും എന്ത് ചെയ്യരുത്? അവരെ ശിക്ഷിക്കുവാൻ പാടില്ല. അതിലേക്ക് നമ്മൾ കടന്നു വരുന്നതിന് മുമ്പേ ഇവിടെ മോശ എന്താണ് ചെയ്തത്? മോശ ആ വിശ്വാസത്യാഗം കാണിച്ച ആ ജനതയെ അവിടെ ചെയ്തതായ താഴോട്ട് നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അങ്ങേയറ്റം അവരെ കൊന്നൊടുക്കുകയും അവരെ പാപത്തെ നിർമ്മാർജ്ജനം ചെയ്യുവാനായിട്ട് അവിടെ മോശ വളരെയധികം പ്രയാസപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ അഹരോൻ്റെ ആ പുരോഹിത ശുശ്രൂഷയിൽ വളരെ ഭയങ്കരമായിട്ട് വീഴ്ച വരുത്തിയിരിക്കുകയാണ്. സത്യദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന, സത്യദൈവത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന അഹരോൻ അവിടെ വലിയൊരു വീഴ്ച, ജനത്തെ അവിടെ ഒരു വിഗ്രഹത്തെ ആരാധിക്കുവാനായിട്ട് നയിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഇവിടെ അഹരോനെ ദൈവം പൗരോഹിത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതാണ്. അങ്ങനെ ദൈവം പൗരോഹിത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത അഹരോനും അഹരോൻ്റെ സന്തതി പരമ്പരകളുമാണ് വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന് ദൈവം മോശയിലൂടെ അവർക്ക് നിർദ്ദേശം നൽകുന്നു. എന്നാൽ മഹാപുരോഹിതനായിരിക്കേണ്ട അഹരോൻ ഇവിടെ ഇസ്രായേൽ ജനങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇവിടെ ദൈവത്തിൻ്റെ വചനം, അതായത് 32-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ ദൈവം മോശയുടെ സാന്നിധ്യത്തിലായിരിക്കുന്നു. മോശ ദൈവിക സാന്നിധ്യത്തിലായിരിക്കുന്നു. അങ്ങനെ ദൈവിക സാന്നിധ്യത്തിലായിരിക്കുന്ന സമയത്ത് ഇവിടെ ഇസ്രായേൽ ജനം അഹരോനോട് വന്നു പറയുകയാണ്, നമ്മളെ മിസ്രൈം ദേശത്ത് നിന്നും നയിച്ചു കൊണ്ടുവന്ന മോശയെ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. അതുപോലെ ദൈവത്തെക്കുറിച്ചും അവരൊന്നും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള സാഹചര്യം. അതുകൊണ്ട് നമ്മളെ മിസ്രൈം ദേശത്ത് നിന്നും നയിച്ചുകൊണ്ട് വന്ന ദൈവത്തെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ പറയുകയാണ്. ദൈവം അവിടെ നിന്ന് വന്നപ്പോൾ ഒരു 1000 വട്ടം അല്ലെങ്കിൽ ഓരോ ആവർത്തി എടുത്ത് പറയുകയാണ്, അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, വിഗ്രഹത്തെ നമസ്കരിക്കരുത്. ദൈവം കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവരോട് പറയുന്നത്, നിരന്തരം പറയുന്നതായിട്ടുള്ള കാര്യം ഇതാണ്,
ഇനി ആ ദൈവത്തിന് പൗരോഹിത്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ദൈവം അഹരോനെ വേർതിരിച്ചിരിക്കുന്നത്. എന്നാൽ ജനം ഇവിടെ ആർപ്പ് വിളിച്ച് നമുക്കൊരു ദൈവത്തിനെ ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ അഹരോൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ അടുത്ത് പോയിട്ട് സ്ത്രീകളിൽ നിന്നും കുണുക്കെല്ലാം പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അതിനെ കൊണ്ടുവന്ന് കൊത്തുള്ളിയാൽ ഭാഷ വരുത്തി അതിനെ ഇത് ചെയ്ത് അവരൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്തിട്ട് പറയുകയാണ്, ഇതാണ് നിങ്ങളുടെ ദൈവം, അല്ലെങ്കിൽ നിങ്ങളെ മിസ്രൈം ദേശത്ത് നിന്നും കൊണ്ടുവന്ന ദൈവമാണ് ഇത് എന്ന് ആ കാളക്കുട്ടിയെ നോക്കി അഹരോൻ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് ആരാധന നൽകുന്നതിന് നേതൃത്വം നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് അഹരോൻ. എന്നാൽ ഇവിടെ അഹരോൻ അതിന് വിരുദ്ധമായിട്ടാണ്. ദൈവം അവരെ നയിക്കുന്നു, ദൈവം അവരോടുണ്ട്. നമ്മൾ മുന്നമേ ചിന്തിച്ചു, ഈ മോശ ദൈവിക സാന്നിധ്യത്തിൽ പോകുമ്പോൾ ഈ അഹരോനും നാദാബും അഹീബും അതുപോലെ ആ ഒരു പ്രത്യേക സ്ഥലത്ത് ദൈവം മോശ നിർത്തിയതിന് ശേഷമാണ് മോശ പോകുന്നത്. എന്നാൽ അത്രത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞ ഒരു വ്യക്തി ഇവിടെ ആ ദൈവത്തെ വിട്ടുകൊണ്ട് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവർക്ക് കൊടുത്തിട്ട് അതിനെ ആരാധിക്കുവാൻ പറയുന്നു. ഇവിടെ പറയുന്നത് അവർ അതിന് യാഗം കഴിച്ചു എന്നും ജനങ്ങളെല്ലാം എഴുന്നേറ്റ് അതിൻ്റെ മുമ്പിൽ കളിക്കുവാൻ എഴുന്നേറ്റ് നിന്നു എന്നുമാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു മ്ലേച്ഛ പ്രവൃത്തിയിലേക്ക് അഹരോൻ ഇസ്രായേൽ ജനങ്ങളെ കൊണ്ടുപോയി. നയിച്ചു കൊണ്ടുവന്ന മോശ ഇല്ലാത്ത സമയത്ത് ഈ ഇസ്രായേൽ ജനങ്ങളെ നയിക്കേണ്ട വ്യക്തി അവിടെ മ്ലേച്ഛ പ്രവൃത്തികളിലേക്ക് അവരെ തള്ളിവിടുന്നു. അങ്ങനെയാണ് അഹരോൻ്റെ പൗരോഹിത്യം ഇവിടെ മോശമായി തീരുന്നത് എന്ന് കാണുവാൻ സാധിക്കാം. അപ്പം അതൊരു ഉത്തരവാദിത്വമില്ലായ്മ, യാതൊരു വിധമായ ഒന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യേണ്ട വ്യക്തി ചെയ്തില്ല. നല്ലൊരു ചർച്ചയാണ്. ഈ ചർച്ച ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, എങ്ങും പോകരുത്, ഈ ചർച്ച നമ്മൾ തുടരുന്നു. വിശ്വാസത്യാഗവും മധ്യസ്ഥ എന്നുള്ളതായ വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ നമ്മൾ ഇസ്രായേൽ ജനങ്ങളുടെ അധപ്പതനം, അവർ ദൈവത്തെ മറന്ന് അവർക്ക് ഒരു ദൈവത്തെ വേണമെന്ന് അഹരോനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ വിഗ്രഹ ആരാധന ആരംഭിക്കുന്നു. ഈ വിഗ്രഹ ആരാധന പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് അത് എങ്ങോട്ടാണ് ഇവരെ എത്തിച്ചത് എന്ന് പറയുക. ഈ വേദഭാഗം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ അവരെഴുന്നേറ്റ് ആ ഹോമയാഗങ്ങൾ കഴിക്കുകയും സമാധാനയാഗം അർപ്പിക്കുകയും ജനങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയൊക്കെയും ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് 6-ാമത്തെ വാക്യം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ശാന്തത കൈവരിച്ചിരിക്കുന്നു എന്നാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ അവർക്ക് യാഗം കഴിക്കുവാനും ഹോമയാഗം കഴിക്കുവാനും അവർക്ക് ഭക്ഷണം കഴിക്കുവാനും അവർ വിശ്രമിക്കുവാനും ഒക്കെയും അവർക്ക് സാധ്യമായിരിക്കുന്നു. കാരണം അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോയി എന്നുള്ള ഒരു പശ്ചാത്താപം ഇല്ല എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവർ കളിക്കുവാൻ എഴുന്നേറ്റ് എന്നു അവർ ജീവനുള്ള ദൈവത്തെ പൂർണ്ണമായിട്ടും തിരസ്കരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. എത്രമാത്രം അധപ്പതനത്തിൻ്റെ ഒരു അവസ്ഥാവിശേഷമാണ് സംജാതമായിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു പുരോഹിതനായിരിക്കുന്ന വ്യക്തിത്വം ആ പുരോഹിത ശുശ്രൂഷയിൽ ദൈവിക സാന്നിധ്യത്തിൽ ആയിരിക്കേണ്ടതായ വ്യക്തി ജനത്തോട് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു ഉത്തരം കൂടിയുണ്ട് പിന്നീട്. അതായത് ഈ ജനം അവർക്കൊരു ദൈവത്തെ വേണമെന്ന് എന്നോട് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്രകാരം അവർക്ക് വേണ്ടി വഴങ്ങിയതെന്ന് പറഞ്ഞ്. നമുക്കങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ദൈവിക സാന്നിധ്യത്തിലായിരിക്കേണ്ടവർ ഈ ജനത്തെ നിയന്ത്രിച്ച് അവരോട് പറയേണ്ട വ്യക്തിയാണ്. മോശ വരും, ദൈവം നമുക്ക് പ്രത്യക്ഷനായതാണ്, ദൈവം മോശയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നാം കുറേ കൂടി സമയമെടുക്കണം എന്ന് പറയുന്നതിന് പകരം അവരുടെ മധ്യേ ഒരു നേതാവായി തീരുവാനായിട്ടോ സ്വയമേവ ഉയർച്ച കാക്ഷിക്കുകയോ ചെയ്തതുകൊണ്ടാണ് അഹരോൻ അപ്രകാരം ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ ജനം ദൈവത്തെ പൂർണ്ണമായും കൈവിട്ടിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. ദൈവം അതിനുശേഷം തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശയോട് പറയുകയാണ്, നീ പോയി ആ ജനത്തെ കാണുക, അവരെന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നീ വിലയിരുത്തുക എന്ന് പറയുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. മോശയെപ്പോലുള്ളതായ ഒരു വ്യക്തിക്ക് ഇത്രമാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ ജനത്തെ വിളിച്ച് വേർതിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് നൽകുവാൻ പോകുന്നതായ ആ കനാൻ ദേശത്തെ തിരസ്കരിക്കുന്നൊരനുഭവം ഉണ്ടാകുന്നു വഴിമധ്യേ വെച്ച് തന്നെ. വാസ്തവത്തിൽ
എത്രമാത്രം വേദനാജനകമാണ് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവരൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി, അത് വിശ്വാസത്യാഗം അല്ലെങ്കിൽ വിശ്വാസത്തെ ത്യജിക്കുന്നത് ഉള്ള ഒരു അവസ്ഥ, അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റുമോ? ഇവിടെ നമുക്കറിയാം എന്താണ് വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിശ്വസിക്കുന്നതായിട്ടുള്ള വിശ്വാസത്തിൽ നിന്നും നമ്മൾ വ്യതിചലിച്ച് പോകുന്നതാണ് വിശ്വാസത്യാഗം എന്ന് കാണുവാൻ സാധിക്കും. ഇവിടെ ദൈവം അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു, അവർ ദൈവിക സാന്നിധ്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ദൈവമാണ് അവരെ വിടുവിച്ചത് എന്നുള്ള ഒരു വിശ്വാസത്തിൽ പോകേണ്ടതായിട്ടുള്ള ജനം ഇവിടെ വന്ന് മോശ വൈകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ വൈകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിശ്വാസത്യാഗത്തിൻ്റേതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ സത്യദൈവത്തിൽ നിന്നും വ്യതിചലിച്ച്, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം അവരോട് കൽപ്പിച്ചു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്, ഒരു വിഗ്രഹത്തെയും നമസ്കരിക്കരുത് എന്ന് ദൈവം അവരോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ അവർ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിൻ്റെ മുന്നിൽ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും അർപ്പിച്ചു എന്നാണ് പറയുന്നത്. അതോടൊപ്പം അവർ ഭക്ഷിക്കുവാനിരുന്നു, കളിക്കുവാൻ എഴുന്നേറ്റു എന്ന് പറയുന്നു. അപ്പോൾ അതാണ് അവരുടെ ദൈവമെന്ന് അവർ പൂർണ്ണമായും വിശ്വസിച്ച് അതിന് യാഗങ്ങൾ അർപ്പിക്കുന്നു. അപ്പോൾ ഒരു വിശ്വാസത്യാഗം, വിശ്വാസത്തിൽ നിന്നും അവർ വീണു പോയിരിക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ ഇതിനനുബന്ധമായിട്ട് വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ദൂതൻ്റെ ദൂത് പറയുന്നതും വീണുപോയി, തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകലരെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി. അതായത് ബാബിലോൺ സത്യത്തിൽ നിന്നും വീണുപോയി. ഇവിടെയും അതാണ് സംഭവിക്കുന്നത്. ഈ അഹരോൻ ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കുമ്പോൾ അഹരോനും ഇസ്രായേൽ ജനങ്ങളും സത്യത്തിൽ നിന്നും വീണുപോയി എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു വലിയ വിശ്വാസത്യാഗം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. എന്നാൽ അതിൻ്റെ തിക്തഫലം അവരനുഭവിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് പിൽക്കാലത്ത് കാണുവാൻ സാധിക്കും. നല്ല ഒരു ഉത്തരമാണ്. താങ്ക് യു സോ മച്ച്. മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നിട്ട് സൃഷ്ടിയെ അവിടെ ആരാധിക്കുന്ന ഒരു ഇതിലേക്ക് തിരിയുന്നു. ഇന്നും നമുക്ക് നോക്കുകയാണെങ്കിൽ ആ സൃഷ്ടികർത്തനെ മറന്നിട്ട് ഇന്ന് സൃഷ്ടിയെ അനുസരിക്കുവാനായിട്ടല്ല ആരാധിക്കുവാനായിട്ട് പലർക്കും വലിയ താല്പര്യവുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പാസ്റ്റർ പറയാനുള്ളത്? തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. സൃഷ്ടിതാവിനെ മറന്ന് സൃഷ്ടിയെ ആരാധിക്കുന്നത് ഈ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിഞ്ഞുവല്ലോ. ഇപ്പോൾ തന്നെ നമ്മൾ പറയുകയുണ്ടായി, ദൈവം ഒരു നിയമപെട്ടകം നൽകി ഒരു ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ, യാതൊന്നിൻ്റെയും വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ വിഗ്രഹാരാധന അവർ തുടങ്ങി. ഇന്ന് നാം 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ ഇന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത് ജീവനുള്ള ദൈവത്തെ മറന്നിട്ട് മനുഷ്യ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതായ സൃഷ്ടികളെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമാകും. വിഗ്രഹാരാധനയും മാറി ഇന്നിപ്പോൾ നമുക്ക് കാണുവാൻ സാധ്യമാകും മനുഷ്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുകയാണ്. മനുഷ്യനെ ആരാധിക്കുന്ന ഒരവസ്ഥ, ആൾ ദൈവങ്ങളെ. അതൊക്കെ എങ്ങനെയാണ്? കാലാകാലങ്ങളിൽ ഓരോ വ്യക്തികൾ ചില ആത്മീയ ഗുരുക്കന്മാരായിട്ട് നേതാക്കന്മാരായിട്ട് കടന്നു വരികയും പിന്നീട് അവരൊക്കെയും ദൈവിക പരിവേഷത്തിലായി തീരുകയും അവരാരാധനാമൂർത്തികളായിട്ട് ലോകം അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് എല്ലായിടത്തും. അപ്പോൾ അത് വലിയൊരു ലംഘനമാണ്. അത് ദൈവിക നീതിക്ക് നിരക്കാത്തതാണ്. സൃഷ്ടി ഒരിക്കലും സൃഷ്ടിതാവിനെ മറന്ന് ആരാധിക്കുവാൻ പാടില്ല. അപ്പോൾ ജനം, പൊതുസമൂഹം എല്ലാം ആ അവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സൃഷ്ടികളെ കരങ്ങളിലുണ്ടാക്കുന്ന വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ സ്വയമേവ ദൈവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ആ കാലയളവിൽ നാം ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടത് ദൈവികമാകുന്ന അനുഗ്രഹങ്ങളെ നാം സ്വയമേവ ത്യജിക്കുന്ന ഒരനുഭവമാകും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഭവത്തിൽ നിന്ന് നാം മാറിയിരിക്കുന്നു അഥവാ അകന്നു മാറിയിരിക്കുന്നു എന്ന് അറിയുവാൻ കഴിയും. ആയതുകൊണ്ട് എപ്പോഴും ദൈവത്തിനോട് ചേർന്ന് നിൽക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കനുസൃതമായി ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. നല്ലൊരു ചർച്ചയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരുമെങ്ങും പോകരുത്, ഈ ചർച്ച ഞങ്ങൾ തുടരുന്നു. വിശ്വാസത്യാഗവും മധ്യസ്ഥയും എന്നുള്ള വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ വിശ്വാസത്യാഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്.
പല കാര്യങ്ങൾ ഇസ്രായേൽ ജനങ്ങളുടെ അധപ്പതനത്തിലേക്ക് പോകുന്നതായി നാം കാണുന്നു. അപ്പോൾ കർത്താവായ ദൈവം മോശയോട് പറയുകയാണ്, നീ പാളയത്തിലേക്ക് നീ മടങ്ങിച്ചെല്ലുക എന്ന് മോശയോട് ദൈവം ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുക? ഇവിടെ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിൽ ദൈവം മോശയോട് കൽപ്പിക്കുകയാണ്, മോശയെ നീ വേഗം പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അവിടെ നടക്കുന്നതായിട്ടുള്ള സംഭവ വികാസങ്ങൾ, അവിടെ ഇസ്രായേൽ ജനം കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അത് അവരുടെ ദൈവമെന്ന് പറഞ്ഞ് അതിൻ്റെ മുന്നിൽ യാഗം കഴിക്കുന്നു, അതിനെ ആരാധിക്കുന്നു. അങ്ങനെ വഷളത്വമുള്ള മ്ലേച്ഛ പ്രവൃത്തി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ വേഗം പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ മോശ കാണുന്നതായിട്ടുള്ള അവസ്ഥയെന്ന് പറയുന്നത് ഇതാണ്. അവർ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ഭയങ്കരമായിട്ടുള്ള ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുന്നിൽ. ഇത് കാണുന്നതായിട്ടുള്ള മോശ പിന്നീട് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ, മോശ ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി ആദ്യം അഹരോനാണ് ചോദിക്കുന്നത്. അപ്പോൾ കാരണം അഹരോനാണ് അത് അവരെ നയിച്ചു കൊണ്ട് പോകേണ്ടത്. ആ സമയത്ത് അഹരോൻ പറയുന്നത്, ഇവർ ദുഷ്ടത നിറഞ്ഞ ജനമാണ്, അവരെന്നോട് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു, ഞാൻ വാർത്തുണ്ടാക്കി കൊടുത്തു. നേരെ ദൈവം ആദാമിനോട് ചോദിച്ചപ്പോൾ ആദാം അവയെയും അവ പാമ്പിനെയും പഴിചാരിയതുപോലെ ഇവിടെ അഹരോൻ ജനങ്ങളെ പഴിചാരുന്നു. ജനങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൽപ്പിച്ചുണ്ടാക്കിയത് എന്ന് അഹരോൻ അവിടെ പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അങ്ങനെ മോശ നേരെ പിന്നെ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ സംഭവബഹുലമായിരിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് നടന്നു പോവുകയാണ്. അവിടെ വലിയ ഒരു മരണത്തിൻ്റേതായിട്ടുള്ള അവസ്ഥ, 3000 പേരുടെ നാശത്തിനിടയായി തീരുന്നതായിട്ടുള്ള ഒരു സംഭവ വികാസം അവിടെ അരങ്ങേറുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. കാരണം ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്നും വിട്ടുപോയതിൻ്റെ ഫലമായിട്ട്. ഇനി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഇത്രയും കർക്കശമായിട്ട് ഇസ്രായേൽ ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന്? കാരണം നമുക്കറിയാം, സ്വർഗത്തിൽ നിന്നും പിശാച് വീണു പോകാനുള്ള കാരണം തന്നെ പിശാച് പറയുന്നത്, ഞാൻ അത്യുന്നതന് സമനാകും, ഞാൻ സമാഗമ പർവ്വതത്തിന് മുകളിൽ കയറും, ദൈവത്തിൻ്റെ നക്ഷത്രബന്ധങ്ങൾ മാലാഖമാരെല്ലാം എന്നെ ആരാധിക്കണമെന്നുള്ളൊരാഗ്രഹം പിശാചിനുണ്ടായപ്പോഴാണ് ദൈവം പിശാചിനെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇട്ടത്. ഇനി ഭൂമിയിലെ അധിപതിമാരായിട്ട് സൃഷ്ടിച്ചതായിട്ടുള്ള മനുഷ്യരെ പിശാച് വഞ്ചിക്കുന്നു. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, വിഗ്രഹാരാധന ഭൂമിയിലേക്ക് ഉടലെടുക്കുന്നു. അതായത് ആദ്യം പിശാചിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടികളെയും ആരാധിക്കുന്നതായിട്ടുള്ള രീതിയിലേക്ക് മനുഷ്യനെ മാറ്റുന്നു. അതിനുശേഷം നേരത്തെ സാറ് പറഞ്ഞ പോലെ മനുഷ്യനെ തന്നെ ആരാധിക്കുന്നതായിട്ടുള്ളൊരു രീതി ഉടലെടുക്കുന്നു. എന്നാൽ ഇന്ന് നമ്മൾ 21-ാം നൂറ്റാണ്ടിലേക്ക് നോക്കുമ്പോൾ ഇന്ന് സാത്താനെ നേരിട്ട് ആരാധിക്കുന്ന ആരാധനാലയങ്ങളും നമുക്ക് ചുറ്റും നമ്മളെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള സംഭവ വികാസങ്ങളും ഉണ്ടാകുന്നു. ഇത് മുന്നമേ മനസ്സിലാക്കിയ ദൈവം ആ കാലഘട്ടത്തിൽ പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ഒരു വിഗ്രഹത്തെയും ആരാധിക്കരുത്, ഒരു പ്രകൃതി ശക്തികളെയും ആരാധിക്കരുത്, ഒരു മനുഷ്യരെയും ആരാധിക്കരുത്, ഒരു രാജാക്കന്മാരെയും ആരാധിക്കരുത്. കാരണം ഇത് അവസാനം ചെന്ന് നിൽക്കുന്നത് പിശാചിൻ്റെ ആരാധനയിലാണ് എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം അന്നേ മനുഷ്യനെ വാൺ ചെയ്തത്. അതുകൊണ്ടാണ് ദൈവം അവിടെ 3000-ത്തിലധികം പേരെ അന്ന് നശിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് കാണുവാൻ സാധിക്കും. നല്ലൊരു ഉത്തരവാണ്. ഇവിടെ മോശ ദൈവം പറഞ്ഞു, ഞാൻ ഇസ്രായേൽ ജനത്തെ എന്ത് ചെയ്യാം, നശിപ്പിക്കുവാൻ പോവുകയാണ്. അപ്പോൾ അതിന് മോശ എന്താണ് പറഞ്ഞത്? മോശയെ സംബന്ധിച്ചിടത്തോളം ഈ ജനതയെ വിളിച്ച് വേർതിരിച്ചുകൊണ്ട് വരികയും അവർക്ക് വേണ്ട വഴികാട്ടിയായി കൂടെ ഇരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവം നിയമം നൽകുവാനായി വിളിക്കപ്പെടുന്നത്. അതിന് ആ ഒരു 40 ദിവസത്തെ ആ ഇടവേളയിലാണ് ഈ സംഭവവികാസങ്ങളൊക്കെയും ഉടലെടുത്തത്. എന്നാൽ വേദപുസ്തകം നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ 32-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോഴത്തേന് 9-ാമത്തെ വാക്യം തൊട്ട് നാം നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്നു, ഈ ജനം ശാഠ്യമുള്ളവരാണ്, അവരതുപോലെ തന്നെ അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് മേൽ ജ്വലിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുകയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, അവരെ എല്ലാവരെയും നശിപ്പിക്കുവാൻ പോകുന്നു എന്ന് പറയുന്നു. എന്നാൽ മോശ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചത് പറഞ്ഞത്, യഹോവേ, നീ മഹാബലം കൊണ്ടും
ഭുജവീര്യം കൊണ്ടും മിശ്രയും ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിൻ്റെ ജനത്തിന് വിരോധമായി എൻ്റെ കോപം ജ്വലിക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചത്. നീ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ അവരോട് കോപിച്ച് അവരെ നശിപ്പിക്കുവാനായിട്ട് എനിക്ക് പറയുവാൻ സാധ്യമല്ല എന്നുള്ളൊരവസ്ഥാവിശേഷം. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴായിരുന്നാലും നമ്മൾ നയിക്കപ്പെടുമ്പോൾ, ദൈവത്താൽ നയിക്കപ്പെടുമ്പോൾ, ദൈവീകമാകുന്ന ആ കരുതലിൽ നിന്ന് നാം വഴുതിപ്പോകുവാൻ ഇടയായാൽ നമുക്ക് മടങ്ങി പശ്ചാത്താപത്തോടു കൂടി കടന്നു വരുവാനൊരവസരം ദൈവം എപ്പോഴും നമുക്ക് മുൻപിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനെയും നാം വ്യതിചലിച്ചുകൊണ്ട് ഞാൻ ദൈവീകമാകുന്ന ഇച്ഛകൾക്ക് വശംവദരാകില്ല എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കണം, നേതൃത്വം എന്ന് പറയുന്ന, അതായത് നയിക്കപ്പെടുന്ന ആളുണ്ട്, ആ ആളിന് രണ്ടിടത്തിനും മധ്യേ നിന്നുകൊണ്ട് മധ്യസ്ഥം വഹിക്കുക എന്ന് പറയുന്നത് വലിയ കഠിനമായ ഒരു അവസ്ഥാവിശേഷമായിരിക്കും. ആയതുകൊണ്ട് മോശയെ സംബന്ധിച്ചിടത്തോളം ജനത്തെ തള്ളിക്കളയുക എന്നുള്ളത് വലിയൊരു കഠിനമായൊരു അവസ്ഥ. എന്നാൽ ദൈവികമാകുന്ന വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തെ പിൻപറ്റുക എന്ന് പറയുന്നത് അതിലും വലിയൊരു കഠിനമായൊരു അവസ്ഥാവിശേഷം. അപ്രകാരം ഒരു അവസ്ഥാവിശേഷം സംജാതമാകാതിരിക്കാനാണ് നാം എപ്പോഴും ഓർത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നല്ലൊരു ഉത്തരവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മോശ ഈ ജനങ്ങളെ കണ്ടിട്ട് ഇവരുടെ ഈ അവസ്ഥയെല്ലാം കണ്ട് മധ്യസ്ഥ ചെയ്യുവാനായിട്ട്, ദൈവത്തോട് ഇടപെടുവാനായിട്ട്, ദൈവത്തോട് യാചിക്കുവാനായിട്ട് അവിടെ എത്രത്തോളം പ്രയാസപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ആ ജനത്തെ നശിപ്പിക്കാൻ പോവുകയാണ്, എന്നിട്ട് നിന്നെയും നിൻ്റെ സന്തതി പരമ്പരയും ഞാൻ രക്ഷിച്ച് കനാൻ ദേശത്ത് കൊണ്ടുപോവാം, അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജനമാക്കി മാറ്റാമെന്ന് പറയുന്നു. എന്നാൽ മോശ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ അത് പാടില്ല, അവിടെ നിന്നാണ് ഇസ്രായേൽ ജനങ്ങളെ കൊണ്ടുവന്നത്, ഒരിക്കലും അവിടെ നിന്ന് അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്ന് ദൈവത്തോട് മോശ അപേക്ഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. മോശ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, വേണമെങ്കിൽ എൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്നും അവിടെ നിന്ന് മായ്ച്ചോളൂ, പക്ഷേ ഞാൻ എൻ്റെ ജനത്തെ നശിപ്പിക്കരുത് എന്ന് മോശ പറയുന്നു. കാരണം നല്ലൊരു ഉത്തരമാണ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം, ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ ചർച്ചയിലുടനീളം അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്നതിനായി സ്തോത്രം. കേൾവിക്കാരായ മക്കളെ അങ്ങ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. തുടർന്നും അങ്ങയുടെ കരവും കാവലും എല്ലാവരോടും കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. സകലതും ഞങ്ങൾക്കായി ജീവൻ പിടിഞ്ഞ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്ന് അനേക ആശയങ്ങൾ പങ്കുവച്ച ദൈവദാസന്മാർക്ക് നന്ദി. മാന്യപ്രേക്ഷകരെ, വളരെ ഗൗരവമായ ഒരു വിഷയം നിങ്ങൾ ശ്രവിച്ചു. ദൈവത്തിന് അനുസരണമുള്ള മക്കളായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.